ഒരു ജീവനുള്ള പോരാട്ടത്തിലാണ്. ഇപ്പം ഇൻ്റർവ്യൂ ഒന്നും എടുക്കാനുള്ള സമയമില്ല ഇപ്പം. ഓക്കെ ഗായ്സ്, അയ്യോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മളുടെ പരിപാടി എന്ന് പറയുന്നത് ഈ കാണുന്ന പോക്കൊക്കെ തന്നെയാണ് മച്ചന്മാരെ. ഇന്നത്തെ നമ്മളെ പരിപാടി ഇങ്ങനെ നമ്മൾ വലിഞ്ഞേറി ഒരു കയറ്റക്കാരനാകാൻ വേണ്ടി പോവാണ്. അതേ ഗൈസ്, ഇവിടുന്ന് ഒരുപാട് കയറണം, ഒരുപാട് അങ്ങനെ ചാവണം, അങ്ങനെ ഇങ്ങനെ ഗുണാണ്. ഇനി ആ പഠിപ്പ് തിരിച്ചിങ്ങോട്ടേക്ക് വരും. കേറ് ഷടാ, പോയി കൊടുത്ത നക്കാം. അടുത്തത് അയ്യോ പോയി ഗൈസ്. അപ്പം എല്ലാവർക്കും നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ കാണാൻ ലൈക്ക് അടിക്കാത്ത സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നുണ്ടെങ്കിൽ ഓസ്കി കാണാമെന്ന് ആരും വിചാരിക്കണം, ഞാൻ വെറുതെ വിടില്ല. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഡൂ പിസ്കന്മാരെ. അങ്ങനെ പിസ്കത്തരമാണോ സുഹൃത്തുക്കളെ? പിസ്കത്തരം ഈസ് നോട്ട് ഗുഡ് ഫോർ ലൈഫ്. ഇത് ഭയങ്കര സ്ലോ ആട്ടാ. ഇവിടെ വരുന്നതെന്ന് പറയാനേ പറ്റണതല്ല കേട്ടാ. ചത്ത് മൂഞ്ചി ചത്ത്. അമ്മേ, അവിടേക്കൊക്കെ പടി പോണ്ട്. ഐ കാണ്ട് ബിലീവ് ഇറ്റ്. നമുക്ക് പോകണം ഗൈസ്. അങ്ങോട്ടേക്കെന്നല്ല, അതിൻ്റെ അപ്പുറം വന്നാലും നമ്മൾ കിടക്കും. എന്നോട് കളി വേണ്ട, ഞാൻ പറഞ്ഞ. എടാ പാടി വരാഞ്ഞത് എൻ്റെ മൂഞ്ചല്ലേ, കുഴപ്പമൊന്നുമില്ല ഗൈസ്. നിങ്ങൾ പാട്ടൊക്കെ ഇട്ടച്ചോ? ഇതിലല്ലേ. ആ ഗൈസ്, റെഡ് ബഡി തോമാസെ താസി തീ മോനെ പാനാ പൂ പാസി തീ സോ തോമാസെ ദസനി മോനെ താനാ പൂ അത് കുറച്ച് ലോങ് വിഷനാണ് ഗൈസ്. അങ്ങനെ ഓരോന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ പോകാനാണ്? നമ്മളെ കൊണ്ട് ഈ പാർക്കോർ കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ? ഞാൻ ഈ പാർക്കോർ എന്നെ കൊണ്ട് പറ്റണത് പോലെ കംപ്ലീറ്റ് ആക്കും. ഞാൻ ഒരുപാട് ദൂരത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് ലൈക്ക് അടിക്കണം. ലൈക്ക് എനിക്ക് എപ്പോഴും വേണം. സബ് നിങ്ങൾ ചെയ്യണം. നമ്മളെ കൊണ്ട് വേഗം വാ. വലിയ ഗൈസ്, പ്രോ പ്ലെയർ മൂടി ഞാൻ ഓണാക്കിയിട്ട് എന്നെ പിടിച്ച കിടത്തില്ല. ഓണാക്കിയാൽ അവിടെ തന്നെ ചറവറ പോയി ഗൈസ്. മൂളൂശി സുഖമാണോ ബാഗൊക്കെ തുറത്തിട്ടിരുന്നേ. അതിൻ്റെ അടുത്ത് മരുന്നുകൊണ്ട് ചോദിച്ചു. പ്രോ പ്ലെയർ മൂഡ് ഓണ്ടേ. ഇനി എന്നെ പിടിച്ചതല്ല, പ്രോ പ്ലെയർ ഇടാ. ചെറിയൊരു മൂഞ്ചലുകളൊക്കെ ആർക്കപ്പെട്ടാത്തത്. ഇതേത് ഈ കോഴി? എന്താടാ ഐ മിസ് മൈ ഡോഗ്. ഇപ്പം എൻ്റെ നായനെ വെറുതെ കളഞ്ഞു. ഞാൻ പറഞ്ഞതാ വേണ്ടാത്ത പണിക്ക്. കാലമാണ് എനിക്ക് എൻ്റെ നായക്കുട്ടീനെ കണ്ടുപിടിച്ചിട്ടൊന്നുമില്ല. എൻ്റെ പരിപാടി ഇതാണ്. ഈ പോയി കണ്ടുപിടിക്കല 2 കാലക്കയ്യേ നടന്നു നോക്കാം. ചത്തുപോയി, മുഞ്ചിപ്പോയി വെള്ളം. ഓക്കെ, ഇവിടെ നിന്നാണ് എനിക്ക് പണി കിട്ടാറ്. ഇവിടുന്ന് കുഴപ്പമില്ല. ഇവിടുന്ന് ഒന്ന് താഴത്തേക്ക് നമുക്ക് കിട്ടത്തില്ല ഗൈസ്. അത് കുറച്ച് റെയർ സ്റ്റെപ്പാണ്. അപ്പോൾ റെയർ സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ എന്നെ കൊണ്ട് കിട്ടത്തില്ല. നമുക്ക് ഒന്ന് ട്രൈ ചെയ്തേക്കാം. വേം വാ. ഓക്കെ, വന്നു. ഐറ്റംസ് പോയടാ. ഇത് കുറച്ച് പണിയാട്ടാ. നമുക്ക് വിചാരിച്ച പോലെ നമുക്കൊണ്ട് കംപ്ലീറ്റ് ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതായിരുന്നു കുറച്ച് റിസ്ക്കിയുള്ള കാര്യമാണ്. കാരണം ഇതിങ്ങനെ വന്നു പോയി കളിക്കുന്നതാണ്. നമുക്ക് സമയം കിട്ടത്തില്ലല്ലേ. എന്നുവെച്ചാൽ എപ്പോഴും വരുന്നത് നമ്മളെ കൊണ്ട് പറയാൻ പറ്റത്തില്ല. ഇതാണ്
ഫ്രീ ബോണസ് ഐറ്റം ഒക്കെ ഇത് കളിക്കണം ഗൈസ്. ഇത് നമ്മളുടെ ചാനലിൻ്റെ അഭിമാന പ്രശ്നമാണ് അല്ലേ? ആണ്. നിങ്ങളല്ല എന്ന് പറഞ്ഞാൽ ഞാനാണെന്നേ പറയൂ. നിങ്ങൾ അറിയാവണതാണ്. കിട്ടി എടാ അവിടെ നിന്ന് കുറച്ച് ചെറുതായി പോടാ. എന്ത് കഷ്ടം. എൻ്റെ തല ഉണ്ടോ 360 റൊട്ടേറ്റാണ്. പറഞ്ഞതിൽ എനിക്കൊരു ഉളുപ്പില്ലല്ലോ. എന്താ 360 റൊട്ടേറ്റ് ഈസ് സോ ഗുഡ് നാ. അയ്യോ താഴെ പോടാ. സ്റ്റെപ്പ് മറിച്ചിട്ടില്ല. ഇപ്പം കുഴപ്പമില്ല. ഇപ്പം എനിക്ക് ഏതാണ്ട് കാണാം. ഇങ്ങോട്ടേക്ക് അമ്മി. അയ്യോ അമ്മച്ചാ സ്റ്റെപ്പ് മാറരുത്. ഒരു സ്റ്റെപ്പ് മാറിയാൽ തന്നെ നല്ല പണിയാണ് ഗൈസ്. നിങ്ങൾക്കറിയാലോടാ. ഇവരിത് എവിടെ സ്റ്റെപ്പും ഉണ്ട് സ്പൂൺ ചെയ്യിപ്പിക്കുന്നു പറയാനില്ല. ഞാൻ കുറേ പോയതാണ് ഗൈസ്. ബട്ട് ഒരു മിനിറ്റ് ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. നമ്മൾ എവിടെയും പോയിട്ടില്ല. തിരിച്ചു ഷടാ അവിടെ കിട്ടിയതായിരുന്നു. അങ്ങനെ കൊതി. ഇവരിത് പ്രോ പ്ലെയേഴ്സിന് വേണ്ടി മാത്രം അനൗൺസ് ചെയ്തിരിക്കുന്ന ഗെയിമാണ്. ഇത് നമ്മളെക്കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ കഴിയുമോ ചോദിച്ചാൽ വിചാരിച്ചാൽ നമ്മളെക്കൊണ്ട് കഴിയും. പക്ഷേ വിചാരിക്കേണ്ടതൊക്കെയാൽ ഒരിക്കലും കഴിയില്ല. ഇവിടെ ഇങ്ങോട്ട് എടാ സ്റ്റെപ്സ്. നമുക്കൊരു കാര്യം കിട്ടി. നമ്മളിവിടെ നിന്ന് പതുക്കനെ പോകണം. വരണം കേസ്. നമുക്ക് സ്റ്റെപ്പിൽ വന്നിട്ടേ നമ്മൾ ചാടാൻ പാടത്തുള്ളൂ. അങ്ങനെ അടുത്ത സ്റ്റെപ്പ് വരണം. എന്നിട്ട് വേണം നമ്മൾ ചാടാൻ. അത് വരെ എന്തെങ്കിലും കുറച്ച് സമയം നമുക്ക് തരും അവർ. അപ്പോഴാണ് നമ്മൾ കളിക്കുക. അല്ലാണ്ട് കളിച്ചാൽ ആന പൊട്ടത്തിലാണ്. കൊക്കര് നമ്മളെ മുന്നിലല്ല ഞങ്ങൾക്ക് സുഖമായിരുന്നു. നമ്മളിപ്പോൾ എന്താ ചെയ്യുക? അതിൻ്റെ സൈസും ആണെങ്കിൽ കുറച്ച് ചെറുതുമാണ്. റിയൽ ലൈഫിൽ ഞാൻ കുട്ടിയാണ്. ഞാൻ 7ാം ക്ലാസ്സിലെത്തിയെന്നൊന്നും നിങ്ങൾ നോക്കണ്ട ഗീസ്. ഹൈറ്റും ഇല്ല, മാനർ സെൻസും ഇല്ല, കോമൺ സെൻസും ഇല്ല. ഞാൻ പറയില്ല. ഞാനില്ല എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ എനിക്കുണ്ട്. എനിക്ക് പഠിപ്പുണ്ടെന്ന് പറയുന്നു. എനിക്ക് ലവേഴ്സ് ഉണ്ടെന്ന് പറയുന്നു. ഞാൻ പറയില്ല. ഞാൻ ഉണ്ടെന്ന് പറയുന്നത് മൊത്തം തള്ളാണ്. ഇല്ല എന്ന് പറയുന്നത് മൊത്തം കള്ളത്തരം. ഇതെന്തെല്ലായാലും ഈ ഒറ്റ ട്രൈയും കൂടെ ഇത് നമുക്കൊരു അപ്പുറത്തേക്ക് പോയേക്കാം. ഇവിടെ എന്തെങ്കിലുമൊക്കെ കാണണ്ടേ? തന്ത വൈബാകാട് ഓക്കെ ഗൈസ്, ഞങ്ങൾക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോയേക്കാം. ഇതിങ്ങനെ വന്ന് എവിടേക്കാണ് പോകണം നോക്കി ചെക്ക്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് അവിടെ നിന്നാണ് കേസ് നമ്മൾ നേരത്തെ തൊട്ട് പോയത്. ഇതെവിടെയാണോ ഇവർ ഐറ്റം കൊടുക്കുന്നത്? എഴുതുകൊണ്ട് അങ്ങോട്ടേക്കൊക്കെ പോകുന്നു. പിന്നെ സ്റ്റെപ്സുകളില്ലേനോ. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് നമുക്ക് അവിടെ ഷോപ്പ് എന്ന് കാണിച്ചു കൊടുത്തു. ഇവിടെ എന്തെങ്കിലും കാണല്ലോ ഗൈസ്. ഇതിൻ്റെ അനിയനും അങ്ങനെയുള്ള എല്ലാവരൊക്കെയാണ്. ഷോപ്പിൽ ഗെറ്റിന് ചെയ്യാം. We can't call this is in a shop because this is not in a shop. Let's go guys. ആറത് കൂട്ടി അവിടെ പാർക്കോർ കംപ്ലീറ്റ് ആയി ഗൈസ്.
എന്നിട്ടാണ് എനിക്ക് വലിയ വീട്ടിൽ പോകാൻ. അല്ല നമ്മളിപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെയാണ്. ചളി കളി കളി നിങ്ങൾ കേട്ടില്ലേ? നാടൻ ചളി, പച്ചച്ചളി എന്ന് പറഞ്ഞാൽ ചളി. അമ്മി അയ്യോ 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 അതെന്താ ഇതിലായാലും. ഓക്കെ 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 ഇല്ലാത്ത ക്ലിച്ച് ചെയ്യണം ട്രൈ കയറിയപ്പോൾ. എന്താ ബർഗർ എന്താ ഇതാ. ഓക്കെ 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 ഗ്ർ ഓക്കെ ഗ്ർ. അയ്യോ അയ്യോ ചേടാ പോയടാ പോയടാ. ഇനി നോക്കണ്ട അതിന് നോക്ക ഒബൈ എന്നൊക്കെ മുന്നോട്ട് കൊടുത്തിട്ട് വെറുതെ ആണോന്നൊരു സംശയമില്ല. ഒരു ലേറ്റായിട്ട് സ്റ്റെപ്പ് കാണിച്ചാൽ നമ്മൾ പോടെ നേരെ ഹെല്ലിൽ പോവും. കാണിക്കുന്ന സ്റ്റെപ്പിലേക്ക് നമ്മൾ ചാടണം. എനിക്ക് നല്ല പണിയാണ്. ഓഫ് ഓഫ് പൊന്നൂടാവേ ഇവരിത് എങ്ങോട്ടൊക്കെ കാണിക്കുന്ന. അമ്മേ 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 അയ്യോ കയറാനുള്ള സ്റ്റെപ്പ്. ഇങ്ങോട്ട് അവിടെ ഇങ്ങോട്ട് 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 ഇവിടോട്ട് ഇവിടോട്ട് ഇനി എങ്ങോട്ടാ ഇങ്ങോട്ട്. ഇതിൻ്റെ മണ്ടക്കിലേക്കാണോ അവർ നമ്മളെ കൊണ്ടുപോകുന്നത്? ഇനി ഇവിടെ നിന്ന് എങ്ങോട്ടാ? ഇവിടെ നമുക്ക് വീഡിയോ എടുക്കണേ. ഏറ്റവും നല്ലതാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളുടെ ഇവിടെ ഗൈസ് ചെറുതായിട്ടൊന്ന് സീനായി. എന്നിലേക്കറിയില്ല എനിക്കിപ്പോൾ ചെയ്യുന്നവർക്കൊക്കെ സംഭവം അങ്ങനെ മനസ്സിലുണ്ടാവും. ഏട്ടാ കുറച്ച് ടെററായതാണ്. ഇല്ലെങ്കിൽ ഇവിടെ എത്തിയിട്ട് ഇവിടെ എന്താ ചെയ്യുള്ളേ? ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോവുള്ളേ? ഇനി ഇവിടെ നിന്ന് ഈ മലയ്ക്ക് ചാടാണ്ടോ? സംശയമാകാറ് അങ്ങനെയുണ്ടോ? ഇവിടെ ഒന്നുമില്ല ഗൈസ്. ഇവിടെ ഞാൻ വന്ന് വേസ്റ്റ് ആയോ? ഒരു ഫ്രീ ആയിട്ട് വേസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് പതിവായി നമ്മൾ വേറെ പുതിയ ഗെയിം ഇവിടെ നിന്ന് തുടരും. ടെക്നോളജി ചെക്ക് പോയിന്റ് അമ്മി അമ്മി അമ്മച്ച ഒന്നുമില്ലായിരുന്നു അവിടെ. അവിടെ നിന്ന് പോകണ്ടായിരുന്നു. ഞാൻ ഒളിവില സോന നീ കനവില ചേടാ ഇവിടെ നിന്ന് കുറച്ച് പൂക്കെടുക്കട്ട് തുണുക്കടക്കെട്ട് തരുന്നത്. ഇതിന് ഓരോരുത്തരത്തേക്ക് എത്തുമ്പോൾ ചെക്ക് പോയിന്റ് കിട്ടും. മാറി ലാവി ഇവിടെ നിന്ന് എനിക്ക് എന്തോ കുറച്ച് സുഖമുള്ള പോലെ. എന്താണെന്ന് അറിയത്തില്ലേ, ഈ സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഐസ് ഇവർ റൊട്ടേഷൻസ് കൊടുക്കുന്നുണ്ട്.
ഐസ് പോടാ പോടാ പോടാ. കേറാം. കേറിക്കോ 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 കേറച്ചാട്ടം. ഇത് കുറച്ച് ടഫാടേ. മെന്തി മൂഞ്ചി ഗൈസ്. ഇതിനെ പറയുന്ന പേരാണ് മൂഞ്ചൽ. കൈക്കോട്ട് കൊച്ചി മൂഞ്ചൽ. വരുന്നാലും നമുക്ക് ഓരോരോ ഇടത്തേക്ക് എത്തുമ്പോൾ ഓരോരോ ഐറ്റംസ് വെച്ച് തരുമായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. മുമ്പ് ഗൈസ് നമ്മൾ കുറച്ച് മെയിനാവാൻ നോക്കിയതാണ്. മെയിനാവലൊക്കെ ഇപ്പോൾ വേസ്റ്റ് കോട്ട കിടക്കുന്നുണ്ടാവും. ബട്ട് കാണിച്ചരാ. പാർക്കൂർ എന്നെ വെല്ലുവിളിക്കുന്നു അല്ലേ? പാർക്കൂറുകളൊക്കെ ഞാനാ സാധാരണ വെല്ലുവിളിക്കാൻ. ഒരുമാതിരി ഉടായി പോവാ. എനിക്ക് ഗസ്സിങ് സ്കാനർ ഇടുന്നുണ്ട്. ഒരു സമയത്തിന് സാധനം കൊണ്ട് തരുവില്ല. കണ്ട അവിടെ പിടിച്ചെടുക്കാനും കഴിച്ചില്ല. അങ്ങനെ നിൽക്കുന്ന ഈ പാർക്കൂറിനകത്ത് നമ്മൾ എന്ത് ചെയ്ത് രക്ഷപ്പെടാന്ന് വിചാരിച്ചാൽ തരണ്ടേ? അവിടെ അവിടെയൊക്കെ ഞാൻ റീച്ചഡായതാ. എത്തി ഗൈസ്. ലോങ് വീഡിയോ ആണ്, കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. ഇത് വരട്ടെ. ചാടി ഞാൻ ഒളിവിലാണ്. ഓക്കെ ഗായ്സ്, ഞാൻ പ്രോ പ്ലെയർ മോഡ് ഇവിടെ ഓണാക്കിടാൻ പോണേ. ചാടാണ്ടില്ല. അതെന്താ ഒരു വെളിച്ചൊക്കെ അടിയെന്നുള്ള വരുന്നത്? വെറുതെ പോയിട്ട് പിന്നെ നമുക്കൊരിക്കലും തിരിച്ചു ചെയ്യാൻ വരാത്ത അവസ്ഥയിൽ ഇപ്പം പിന്നെ ചിലപ്പോൾ നമ്മൾ വന്ന കാർക്കൂറോ കംപ്ലീറ്റ് ആവില്ലേ? ഗൈസ് അവിടെ നമുക്ക് ചെറുതാണ് വേണ്ടത്. പോയിന്റ് കിട്ടി. ആ സ്ട്രേഞ്ചിൽ വന്നിക്കുന്ന സാധനം മാറുമ്പോഴാണ് ജസ്റ്റ് ഒന്ന് ചാടുമ്പോൾ മാത്രം നീക്കുക. ഫ്രീ ആവേ. ഗൈസ് അവിടെ നമ്മൾ മൂഞ്ചി പോണു ഗൈസ്. ഈ രക്ഷപ്പെടാനുള്ള ഒരു ട്രിക്കുകളും ഇല്ല. ഫ്രീ ആയിട്ട് എന്താ പറയുക, നമ്മൾ ഉണപ്പിക്കണം.
ഇവിടെ ക്ലിച്ച് അടിച്ചോണേ മെസ്സേജ് ഉണ്ട്. ഇവരുടെ ഒരു ഒടുക്കത്തെ ചെരിവ്. ഈ ചെറിയ ലാഗ് ഒന്ന് ഗൈസ്, ലാഗ് ഒന്ന്. എന്തുട്ടാ ഫ്രീഡ് ഗ്രാഫിക്സിലായിട്ടാണ് ഞാൻ ഇപ്പോൾ കളിക്കുന്നത്. ഒരധികം മൂവ്മെൻറ്റ് സ്പീഡും കൂടെ ഓണാക്കിയുണ്ട്. നല്ല നെറ്റ് ഒരു ഊറ്റുന്നുണ്ട്. വൈഫൈ ഉണ്ട്, കുഴപ്പമില്ല. എടാ എന്ത് തേച്ചൊട്ടിക്കലാണെന്നറിയോ അവര്. ഞാൻ ഒളിവിലാണ് സോന. നിങ്ങൾക്ക് ഞാൻ ഇനി പറഞ്ഞു തരണോ? ലൈക്ക് ഡു സബ് ഷെയർ ടു സംബഡി സേ ടു ഫോളോ മീ ആൻഡ് സേ ഐ ആം സോ അവിടെ നിർത്തി തരാണ്ട് അപ്പുറത്തേക്ക് അടിയില്ല. പക്ഷെ ദേഷ്യം വരുന്നുണ്ട്. പോയി ഞാൻ അടിച്ച് തെറിപ്പിച്ചിട്ടായി. ചെരിഞ്ഞു പോയി. അവിടെ ഒന്ന് സംസാരിക്കാനായിട്ട് ഈ ഗെയിമിൻ്റെ മേക്കർ തലമണ്ട അടിച്ച് പൊട്ടിക്കണം. അവനെ കൊണ്ടുതന്നെ കളിപ്പിക്കണം. അവൻ വലിയ കാര്യത്തിൽ ഉണ്ടാക്കി വെച്ചല്ലേ. ഈ ഗെയിം മേക്കറിന് പോലും ഇതുണ്ടാക്കാൻ ഇത് കളിച്ച് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി കഴിയേണ്ടതെന്നാണ് ഞാൻ കേട്ടത്. അവനാണെങ്കിൽ അവൻ്റെ കയ്യിൽ റോബക്സ് മൊത്തം പൊടിച്ചിട്ട് ഗെയിം ഉണ്ടാക്കിയെന്നൊക്കെയാണ് ഗെയിമിൻ്റെ സ്റ്റോറി മേഡേഴ്സൊക്കെ പറയുന്നത്. തള്ള് റോബക്സ് ഇട്ടിങ്ങനെ ആരെങ്കിലും കൊണ്ട് ഗെയിം കൊണ്ട് മുളച്ചോ. ദേഷ്യം വരുന്നുണ്ട്. ഞാൻ നടക്കും. എനിക്ക് ദേഷ്യമൊന്നും ഇഷ്ടമല്ല. ഇപ്പം ഞാൻ തല്ലാൻ പോലും ഞാൻ തിരിച്ച് തല്ലത്തുമില്ല. അങ്ങനത്തെ ചില ഗെയിമുകളുടെ പാർക്കൂറിനിടെ വന്ന ആൾക്കാരൊന്ന് വാളും വടിയൊക്കെ എടുത്ത് അടിച്ചു. പക്ഷെ ഞാൻ എന്ത് ചെയ്യും? സമാധാനത്തോടെ കാര്യം നോക്കിപ്പോൾ നമ്മൾ മനസ്സമാധാനത്തോടെ ഇരുന്ന് കഴിഞ്ഞാൽ സ്പീഡ് ഓടിക്കാൻ ശരിയാട്ടോ. പോയി ഗൈസ്, അമ്മ ഒന്ന് പറഞ്ഞാണ് നമുക്ക് എന്തായാലും ഇതിപ്പോൾ കംപ്ലീറ്റ് ആകുന്നില്ല. അടുത്തൊരു വീഡിയോ ഇടുന്നതായിരിക്കും. എല്ലാവർക്കും